നമുക്ക് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ നമ്മളോടൊപ്പമുണ്ട്. ഷമീർ, നേരത്തെ അടൂർ പ്രകാശ് എം പി സൂചിപ്പിച്ച പോലെ തന്നെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ 3 പേർ ഇതേപോലെ തട്ടിപ്പിനിരയാവുകയും അവരെ മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിരുന്നു എന്ന് നേരത്തെ ന്യൂസ് മലയാളത്തോട് പ്രതികരിക്കുമ്പോൾ അടൂർ പ്രകാശ് എം പി പറഞ്ഞിരുന്നു. കൊല്ലത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്? ഈ തട്ടിപ്പിന് ഇരയായവരെ സംബന്ധിച്ച്, ഇതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഏജൻസികളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? കൊല്ലം മിയന്നൂർ സ്വദേശി സിബു എസ് ബാബുവാണ് ഇത്തരത്തിൽ റഷ്യയിലേക്ക് പോവുകയും അവിടെ അകപ്പെടുകയും ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം എത്തുകയുണ്ടായി. 3 ലക്ഷം രൂപ വാങ്ങിയാണ് സിബി എസ് ബാബുവിനെ AC ടെക്നീഷ്യൻ കോഴ്സിനായി ഇത്തരത്തിൽ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഇവർ റഷ്യൻ പട്ടാളത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. സിബി എസ് ബാബുവിന് ഭക്ഷണമടക്കം ലഭിക്കുന്നില്ല, സൂപ്പ് കുടിച്ച് മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കഴിഞ്ഞിരുന്നത് എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 28-ാം തീയതി കൊല്ലം MP NK പ്രേമചന്ദ്രൻ വിദേശകാര്യ മന്ത്രാലയത്തിന് മോസ്കോയിലെ ഇന്ത്യൻ അംബാസിഡറിനും ഒരു കത്തയച്ചിരുന്നു. ഈ കത്തിന് മറുപടിയായി രാംകുമാർ തങ്കരാജ്, മോസ്കോയിലുള്ള ഇന്ത്യൻ എംബസിയിലെ കൗൺസിലർ രാംകുമാർ തങ്കരാജ് ഒരു മറുപടി നൽകിയിരുന്നു. ഇവരെ ഇവിടെ നിന്നും എത്രയും വേഗം മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനായുള്ള നടപടിക്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിക്കുമെന്നൊരു മറുപടി അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് രൺധീർ ചൗധരി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും ഇന്ത്യയിൽ നിന്ന് അകപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ റിക്രൂട്ട് ചെയ്ത ഏജൻസിയെക്കുറിച്ചുള്ള വിവരങ്ങളും കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇതിലൊരു CBI അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോട് കൂടി, അതായത് സിബി എസ് ബാബുവിൻ്റെ വീട്ടിലേക്ക് ഒരു സന്ദേശം ലഭിക്കുന്നു. സിബി എസ് ബാബുവിനെ ഈ ഉക്രൈൻ അതിർത്തിയിൽ നിന്ന്, റഷ്യയുടെയും ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു എന്നായിരുന്നു ആ സന്ദേശം സിബി നൽകിയത്. ഇന്ന് പുലർച്ചയോടുകൂടി സിബി നമുക്കൊരു സന്ദേശം നൽകി, ഞങ്ങളെ യുദ്ധമുഖത്തു നിന്ന് മാറ്റി ഇപ്പോൾ യുദ്ധത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സൈനികർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലേക്ക് മാറ്റി. റഷ്യൻ പട്ടാളത്തിലെ ചില കമാൻഡർമാർ വന്ന് തുടരുക. ഇപ്പോൾ നോർക്ക CEO അജിത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജിത്, നമ്മൾക്കറിയാം വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. പണം വാങ്ങി ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ്, വിദേശത്തേക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. പുറത്തു വരുന്ന വാർത്തകളെ ഏത് രീതിയിലാണ് നോർക്ക CEO എന്ന നിലയിൽ ഇപ്പോൾ വിലയിരുത്തുന്നത്? ഇത് സംബന്ധിച്ച് വളരെ ഇതുപോലെയുള്ള തൊഴിൽ തട്ടിപ്പുകളെ, പ്രത്യേകിച്ച് അംഗീകാരമില്ലാത്ത ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ, വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് ഇത്തരത്തിലുള്ള പലപ്പോഴും തെറ്റായ രീതിയിൽ ഇറഗുലർ ആയിട്ടുള്ള മൈഗ്രേഷൻ നടക്കുന്നത്. അപ്പം ഈ കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് ജനങ്ങളിൽ പ്രത്യേകിച്ച് തൊഴിൽ കുടിയേറ്റത്തിന് തയ്യാറാകുന്ന ആൾക്കാരുടെ ഇടയിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നോർക്ക സ്വീകരിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷിതമായ കുടിയേറ്റം ഉറപ്പുവരുത്താൻ എത്തിക്കലായിട്ടുള്ള ഒരു മൈഗ്രേഷൻ, റെഗുലർ ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ ഉറപ്പുവരുത്താനുള്ള നടപടികൾ, അതിനുള്ള പ്രചാരണ പരിപാടികൾ, അതിനുള്ള പത്രമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തന്നെ ഈ കാര്യങ്ങളിൽ തൊഴിൽ കുടിയേറ്റത്തിന് തയ്യാറാക്കുന്നവരെ ബോധവൽക്കരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. നിലവിലുള്ള ഈ സംവിധാനങ്ങളെ സംബന്ധിച്ച് അതിൽ ലൂപ്പ് ഹോളുകളുണ്ട് അല്ലെങ്കിൽ പഴുതുകളുണ്ട് എന്ന് കണ്ടെത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ ആളുകൾ തയ്യാറാകുന്നത്? നിലവിലെ ഈ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് നോർക്ക ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും അത് ജനങ്ങൾക്കിടയിൽ വേണ്ട രീതിയിൽ എത്തുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ടോ? അല്ല, നിലവില് ഈ സംവിധാനങ്ങളിലെ കേന്ദ്ര എമിഗ്രേഷൻ ആക്ടിന്റെ പരിധിയിലാണ് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ, എംപ്ലോയ്മെന്റ് മൈഗ്രേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഏജൻസികൾ വരുന്നത്. അപ്പം അത് സംബന്ധിച്ച് തന്നെ കൃത്യമായ അവബോധം എല്ലാവരിലും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അംഗീകാരമുള്ള ഏജൻസികളിലൂടെ മാത്രമേ നിങ്ങൾ പോകാമൂ. വ്യക്തികളിലൂടെ ഇപ്പം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചത്. അപ്പം ഈ കാര്യങ്ങളെ എല്ലാവരും ബോധവൽക്കരിക്കുക, അംഗീകാരമുള്ള ഏജൻസികളിലൂടെ മാത്രമേ തൊഴിൽ കുടിയേറ്റത്തിന് തയ്യാറാകാവൂ എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, അംഗീകാരമില്ലാത്ത ഏജൻസികളെ നടപടിയെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര
കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ കീഴിൽ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിന്റെ ഓഫീസുകളുണ്ട്. അതോടൊപ്പം കേരള പോലീസ് നടപടിയെടുക്കുന്നുണ്ട്. അപ്പം കേരള പോലീസിനെയും വിദേശകാര്യ വകുപ്പിന്റെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഓഫീസുകളെയും POE തിരുവനന്തപുരത്തെയും POE കൊച്ചിയെയും നോർക്കയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ ശുഭയാത്ര എന്നൊരു പദ്ധതി തന്നെ ഇപ്പം ഇതിനെതിരെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് അനധികൃത കുടിയേറ്റങ്ങളെ കുറിച്ചും അംഗീകാരമില്ലാത്ത ഏജൻസികളുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം ഇത് സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണ നടപടികളോടൊപ്പം തന്നെ അവർക്കെതിരെ എടുക്കാവുന്ന നടപടികൾ പോലീസും പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ് വിദേശകാര്യ വകുപ്പിനും എടുക്കാവുന്ന നടപടികളൂടെ എടുക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഇപ്പം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ശ്രീജിത്ത്, അവസാനമായി ഒരു കാര്യം കൂടി, ഈ മലയാളികൾ ഉൾപ്പെടെ തിരികെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരം. ഇന്ത്യൻ എംബസി അതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട് എന്ന് നമുക്ക് വിവരം ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നോർക്ക ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള സഹായമായിരിക്കും ചെയ്യുക? എന്തൊക്കെയായിരിക്കും അടുത്ത നടപടികൾ? അല്ല, ഇക്കാര്യത്തില് ഇത് സംബന്ധിച്ചുള്ള ഒരു കൺഫർമേഷൻ, അതായത് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മോസ്കോയിലെ ഇന്ത്യൻ മിഷനിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഞങ്ങളത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അജിത്ത്, ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ റഷ്യയിൽ തൊഴിൽ തട്ടിപ്പിന് ഇരയായി കൂലിപ്പട്ടാളത്തിൽ അണിചേരേണ്ടി വന്ന അവസ്ഥയിൽ നിന്നും അവർ തിരികെ എത്തുകയാണ്, ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. ന്യൂസ് മലയാളത്തിൻ്റെ വാർത്തയായിരുന്നു. വാർത്തയെ തുടർന്നുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മലയാളികൾക്ക് മോചനം ഒരുങ്ങുന്നത്. അവർ തിരികെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. എന്തായാലും റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് വ്യാജ തൊഴിൽ തട്ടിപ്പിൽ എത്തപ്പെടുകയായിരുന്നു ഈ മലയാളികൾ. നിലവിൽ റഷ്യയിൽ കുടുങ്ങിയിരിക്കുന്ന സന്തോഷിൻ്റെ സഹോദരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സതീഷ്, കേൾക്കാമെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മടങ്ങിയെത്തുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഘട്ടത്തെ? വളരെ സന്തോഷമുണ്ട്. ഇതിന് നിങ്ങളുടെ ഇടപെടൽ വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇത്ര നാളും വളരെ വിഷമത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും അപകടം സംഭവിക്കുന്നത് ആലോചിച്ചുകൊണ്ട് ജീവിച്ചിരിക്കും. അവിടെ നിന്നും എന്തെങ്കിലും തരത്തിൽ ഈ സഹോദരനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? അവിടെ നിന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ കൂടുതൽ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇല്ല, അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് അവര് എവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. മെസ്സേജ് അയച്ചായിരുന്നു അവര്. അവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചായിരുന്നു എല്ലാവരും കൂടി. അവര് അവിടെ വേറെ ഏതൊക്കെ അവർക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഈ സഹോദരൻ പറഞ്ഞോളൂ. ഫുള്ളായിട്ടൊന്നും അതിന്റെ ഇത് വന്നു പറഞ്ഞത്. ഇവരെ കയറ്റി അയക്കാനുള്ള ഇത് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ സഹോദരൻ എങ്ങനെയാണ് ഈ തട്ടിപ്പിൽ പെട്ടത് എന്ന് സംബന്ധിച്ച്, ആരാണ് ഇത് സമീപിച്ചത് എന്നൊക്കെ സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവർക്കെതിരെ കുടുംബം എന്ന നിലയിൽ കൂടി നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആദ്യം സന്തോഷത്തോട് വരിക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേറ്റതുള്ളത്. ബാക്കിയൊക്കെ വന്നിട്ട് നോക്കാന്നാണ്. എല്ലാവരും തിരിച്ചെത്തട്ടെ നന്നായിട്ട്. ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. വേറൊന്നും കൂടെ ഇതിലില്ല. ഇപ്പോ ഈ ഏജൻസിക്ക് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഏജൻസിക്ക് പണം ഉൾപ്പെടെ കൈമാറിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സന്തോഷിന് അത്തരത്തിൽ എന്തെങ്കിലും ധനനഷ്ടം അല്ലെങ്കിൽ പണം ഉൾപ്പെടെ കൈമാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പണം കുറച്ച് കൈമാറിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ഈ നാട്ടിൽ നോർക്ക ഉൾപ്പെടെയുള്ള ഇമിഗ്രേഷൻ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്, അവരുടെ ഇടപെടലൊക്കെ ഉണ്ട്. അത്തരത്തിൽ ആരെങ്കിലും ഈ വ്യാജരേഖകൾ അല്ലെങ്കിൽ ഈ എംബസിയുടെ ഭാഗത്തുനിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ നോർക്കയുടെ ഭാഗത്തുനിന്നുള്ള ആളുകൾ എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ തട്ടിപ്പിന്റെ ഭാഗമായി നിങ്ങളെ കാണുകയോ ഇടപെടുകയൊക്കെ ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെയായിട്ടൊന്നും ഇല്ല. അങ്ങനെ എനിക്കറിയില്ല. എന്നാ വെച്ചാൽ എന്താ ചോദ്യം മനസ്സിലായില്ലേ? ഇവര് പെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമാണോ പറഞ്ഞത്? അതായത് ഈ ഏജൻസിയുടെ ആളുകൾ, ഏജൻസിക്കാർ വന്ന് അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് നിങ്ങളെ ഇരയാക്കിയ ആളുകൾ വരുമ്പോൾ ഈ നോർക്ക അതല്ലെങ്കിൽ എംബസി ഇവിടെ നിന്നുള്ള രേഖകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക പറയൂ. അങ്ങനെയൊന്നുമില്ല.
അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നമ്മളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സന്തോഷ് ഉൾപ്പെടെയുള്ള മലയാളികൾ തിരികെ എത്തട്ടെ, എത്രയും പെട്ടെന്ന് അവരെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ നടക്കട്ടെ. വളരെ നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. റഷ്യയിൽ നിന്നും മലയാളികൾ കൂലിപ്പട്ടാളത്തിലേക്ക് അണിചേർക്കപ്പെട്ട വ്യാജമായ തൊഴിൽ തട്ടിപ്പിന് ഇരയായിക്കൊണ്ട് കൂലിപ്പട്ടാളത്തിലേക്ക് അണിചേർക്കപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മോചനത്തിനായി കാത്തിരിക്കുകയാണ്. അവരുടെ മോചനം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ള വിവരമാണ് ന്യൂസ് മലയാളത്തിന് ലഭിക്കുന്നത്. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇപ്പോൾ മടക്കയാത്രയും കാത്ത് വാഹനങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. വാഹനങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്.